വിവാദങ്ങൾക്കിടയിൽ കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ഇ.പി. ജയരാജൻ അറിയിച്ചത് തന്നോട് കാട്ടിയ നെറികേടിന്റെ വേദന. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് വൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഇ.പി.യുടെ നിലപാട്. ഇതേ ഗൂഢാലോചനക്കാർ തന്നെയാണ് മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിടുന്നതെന്നാണ് ഇ.പി.യുടെ നിലപാട്. പോലീസിനെ പ്രതിസന്ധിയിലാക്കിയ പി.വി. അൻവർ എം.എൽ.എക്ക് പിന്നിലുള്ളവരെക്കുറിച്ചും പിണറായിക്ക് സൂചന നൽകി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ താനൊപ്പമുണ്ടാകുമെന്നും ഇ.പി. അറിയിച്ചതായാണ് സൂചന. CPM-നുള്ളിൽ വലിയ തോതിൽ പുതിയ ധ്രുവീകരണമുണ്ടെന്നും അതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമെന്നാണ് ഇ.പി.യുടെ പക്ഷം. ആരോപണങ്ങളുടെ ലക്ഷ്യം താനാണെന്ന് പിണറായിയും ഇടത് യോഗത്തിൽ പറഞ്ഞതായി റിപ്പോർട്ടുകളെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇ.പി.യും പിണറായിയെ കണ്ടത്. നിലവിലെ വിവാദങ്ങളിൽ ചില സുപ്രധാന വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇ.പി. കൈമാറിയിട്ടുണ്ട്. താൻ അർഹിച്ച സംരക്ഷണം പാർട്ടി നൽകിയില്ലെന്നും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രതിസന്ധിയുണ്ടായത് തനിക്കാണെന്നുമാണ് ഇ.പി.യുടെ പക്ഷം. BJP നേതാവ് പ്രകാശ് ജാവദേക്കറിനെ കണ്ടത് അങ്ങോട്ട് പോയല്ലെന്നും ഇ.പി.യുടെ വിശദീകരണത്തിലുണ്ട്. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇ.പി. പുറത്തുവിട്ടിട്ടില്ല. നടന്നത് സാധാരണ കൂടിക്കാഴ്ചയാണെന്നും കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നുവല്ലോ എന്നും ഇ.പി. മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാഷ്ട്രീയം അതിൻ്റെ വേദിയിൽ ചർച്ച ചെയ്യാം. സീതാറാമിൻ്റെ ഓർമ്മകളാണ് ഞങ്ങളുടെ മനസ്സിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ചടങ്ങിൽ നിന്നും ഇ.പി. വിട്ടുനിന്നിരുന്നു. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി.യെ നീക്കിയത്. യോഗത്തിന് ശേഷം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ.പി. ജയരാജൻ കണ്ണൂരിലേക്ക് പോയിരുന്നു. ഇ.പി. ആയുർവേദ ചികിത്സയിലാണ്, അല്ലാതെ അതൃപ്തിയൊന്നും ഇല്ല. രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം എന്നായിരുന്നു ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിലെ ഇ.പി.യുടെ അസാന്നിധ്യത്തിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പ്രതികരണം. ഇതിനിടെയാണ് ഡൽഹിക്ക് ഇൻഡിഗോ വിമാനത്തിൽ ഇ.പി. പറന്നത്. ഇതോടെ കാര്യം വ്യക്തമായി. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ ഒതുക്കുന്നതായി ഇ.പി. പരാതിപ്പെട്ടു. അതുകൊണ്ടാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നും അറിയിച്ചു. പരിഹാരം ഉണ്ടാകുമെന്നും വീണ്ടും സജീവമാകണമെന്നും ഇ.പി.യോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായാണ് സൂചന. പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധികളിൽ എല്ലാം താനൊപ്പമുണ്ടാകുമെന്ന് പിണറായിയെ വീണ്ടും അറിയിച്ചാണ് ഇ.പി. മുറിവിട്ടതെന്നാണ് സൂചന. ഡൽഹി കേരള ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. 15 മിനിറ്റോളം ഇരുവരും സംസാരിച്ചു. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും താമസിക്കാനുള്ള കൊച്ചിൻ ഹൗസ് കെട്ടിടത്തിലേക്ക് തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന ജയരാജൻ എത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ചയെന്നും സൂചനയുണ്ട്. ഇ.പി.യുടെ പിണക്കം മാറ്റാൻ കൂടിയാണ് പിണറായി ഇതിലൂടെ ശ്രമിച്ചത്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പാർട്ടി നേതാക്കളുമായി അകൽച്ചയിലാണ് ജയരാജൻ. അതിനിടെയാണ് കൂടിക്കാഴ്ച. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും ഇ.പി. ജയരാജനും ഇന്നലെ ഡൽഹിയിലെത്തിയത്. മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറയാനാകില്ല. മാധ്യമങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. രാഷ്ട്രീയമെല്ലാം അതിൻ്റെ വേദിയിൽ ചർച്ച ചെയ്യും. യെച്ചൂരിയെപ്പറ്റി ചോദിക്കൂ, അത് പറയാം. തെറ്റായുള്ള വ്യാഖ്യാനം വേണ്ട. നശീകരണ വാസനകളില്ലാതെ നിർമ്മാണ താൽപ്പര്യത്തോടെ പ്രവർത്തിക്കണം. ഞാൻ മുഖ്യമന്ത്രിയെ കാണാറും സംസാരിക്കാറുമുണ്ട്. തിരുവനന്തപുരത്തുള്ളപ്പോൾ സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ്. ഞങ്ങളെല്ലാം സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഇ.പി. വിശദീകരിച്ചത് ഇങ്ങനെയാണ്. മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയ ശേഷം പാർട്ടി കമ്മിറ്റികളിൽ ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. തൽക്കാലം ഈ ബഹിഷ്കരണം തുടരുമെന്നാണ് സൂചന. അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഇ.പി. വീണ്ടും പാർട്ടിയിൽ സജീവമാകുമെന്നും റിപ്പോർട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.